നടത്തുന്ന ASM പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തുടങ്ങുന്ന കുറച്ച് വീഡിയോ ക്ലാസ് സീരീസിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളൊന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇന്നിവിടെ ഒന്നാമതായിട്ട് പരിചയപ്പെടുന്ന ചോദ്യം എന്ന് പറയുന്നത് 2025 ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് മത്സരം നടക്കുന്നത്. ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ ചാമ്പ്യൻ ആയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യൻ ടീമാണ്. ഇന്ത്യൻ ടീമാണ് ചാമ്പ്യൻ ആയത്. 2025 ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയാണ്. ഏത് ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഫൈനലിൽ കിരീടം ഉയർത്തിയതെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ന്യൂസിലൻഡ് ആണ്. ഉത്തരമായിട്ട് വരേണ്ടത് ന്യൂസിലൻഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ന്യൂസിലൻഡിനെ 4 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തുന്നത്. ന്യൂസിലൻഡിനെ 4 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്, 2025 ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടുന്നത് ഇന്ത്യൻ ടീമാണ്. ദുബായിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ദുബായിൽ വെച്ച് നടന്ന ഫൈനൽ മത്സരത്തിൽ 2025 ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യൻ ടീമാണ്. ഇന്ത്യൻ ടീം ആരെയാണ് പരാജയപ്പെടുത്തിയത്? ന്യൂസിലൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. 3-ാം തവണയാണ് ഇന്ത്യൻ ടീം ചാമ്പ്യൻ ട്രോഫി കിരീടം ഉയർത്തുന്നത്. 2025 നടന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയതാരാണ്? 2025 നടന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഏത് ടീമാണെന്ന് ചോദിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് വിദർഭയാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് വിദർഭയാണെന്നാരും ഓർത്തിരിക്കാം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ രഞ്ജി ട്രോഫിയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കേരളം ഫൈനലിൽ എത്തുന്നത്. അപ്പൊ കേരളമായിരുന്നു ഫൈനലിൽ മത്സരിച്ചത് വിദർഭയ്ക്കെതിരെയായിട്ട്. അതിൽ കേരളത്തെ വിദർഭ പരാജയപ്പെടുത്തുകയാണ് ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ. രഞ്ജി ട്രോഫി എന്ന് പറയുമ്പോൾ ഒരു ടെസ്റ്റ് മത്സരമാണ്. അപ്പോൾ രഞ്ജി ട്രോഫി കിരീടം വിദർഭയ്ക്കാണ് ലഭിച്ചത്. ഫൈനലിൽ കേരളത്തിനെതിരെ 1-ാം ഇന്നിംഗ്സ് നേടിയ 37 റൺസിന്റെ ലീഡാണ് വിദർഭ ജേതാക്കളായത്. ഇത്തവണ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് യാഷ് റാത്തേഡാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് യഷ് റാത്തോഡ് എന്ന പേര് ഓർത്തിരിക്കുക. യഷ് റാത്തോഡ് എന്ന പേര് ഓർത്തിരിക്കുക. അതേപോലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹർഷ ദുബെ ആണെന്ന പേരും കൂടെ ഓർത്തിരിക്കുക. ഹർഷ ദുബെ എന്ന പേരും ഓർക്കണം. അപ്പൊ നമ്മളോട് പരിചയപ്പെടുത്തിയത് രഞ്ജി ട്രോഫി 2025. രഞ്ജി ട്രോഫി 2025 അവിടെ ചാമ്പ്യന്മാരായത് ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വിദർഭയാണ്. ആരെയാണ് ഇവിടെ ഫൈനലിൽ പരാജയപ്പെടുത്തിയത്? കേരളത്തെയാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വ്യക്തിയാണ് യഷ് റത്തോഡ് എന്ന പേര് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതാരെന്ന് വെച്ചാൽ ഹർഷ ദുബെ ആണ്. അപ്പൊ രഞ്ജി ട്രോഫി കിരീടം ഉയർത്തിയതാരെന്ന് വെച്ചാൽ വിദർഭയാണ്. ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. നിലവിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിക്കും. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ശനി ഗ്രഹമാണ്. പുതിയ അപ്ഡേറ്റ് ആണ്. 274 ഉപഗ്രഹങ്ങളാണ് നിലവിൽ ശനിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 274 ഉപഗ്രഹങ്ങളുള്ള ശനിയാണ് സൗരയുദ്ധത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം. രണ്ടാമത് വരുന്നത് വ്യാഴമാണ്. അപ്പൊ ഇവിടെ ഒന്നാമത് വരുന്ന ഇപ്പോൾ ആരാണ്? ശനി ഗ്രഹമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 274 ആണ്. 274. ഇനി അടുത്തത് പരീക്ഷയ്ക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയാണെന്ന് ചോദിക്കാം. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC, അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത വരികയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത വരുന്നത്. ആ വനിത ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ക്രിസ്റ്റി കവൻട്രി ആണ്. ഉത്തരമായിട്ട് വരേണ്ടത് ക്രിസ്റ്റി കവൻട്രി എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ക്രിസ്റ്റി കവൻട്രി പേര് ഓർക്കുക. അത് ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞു. ഇനിയും വരാനുള്ള സാധ്യത ഉള്ള ഒരു ചോദ്യമാണ് ക്രിസ്റ്റി കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യ വനിത എന്നൊരു പ്രത്യേകത ആർക്കാണ് ഇനിയുള്ളത്? ക്രിസ്റ്റി കവൻട്രിക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ്. അതോടൊപ്പം തന്നെ ഇവര് ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ ആളുമാണ്. അതായത് ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ആദ്യ വനിതയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വനിതയാണ് ഈ ഒരു പദവിയിലെത്തുന്ന. അതേപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്നുള്ള വ്യക്തി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ ആളുമാണ്. ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ ആളുമാണ്. ആഫ്രിക്കയിൽ നിന്നുള്ള ഫസ്റ്റ് വ്യക്തിയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ക്രിസ്റ്റി കവൻട്രി എന്ന പേര് ഓർത്തിരിക്കുക. ക്രിസ്റ്റി കവൻട്രി എന്ന പേര് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഇതിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഫിൻലാൻഡ് ആണ്. ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡ് ആണെന്നായിരുന്നു ഓർത്തിരിക്കുക. ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കാം. സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 118 ആണ്.
അപ്പോൾ 2025 കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ചോദിച്ചാൽ ഫിൻലാൻഡാണ്. ഇന്ത്യ എത്രാമതാണ്? 118ആണ്. 118 എന്ന കാര്യം ഓർക്കുക. അടുത്ത ഒരു ചോദ്യം, നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്ന കേന്ദ്ര പദ്ധതി ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെടുന്നത് നഗരങ്ങളുടെ ഭൂവിവരം. അപ്പൊ നമ്മുടെ നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്ന കേന്ദ്ര പദ്ധതിയുടെ പേരാണ് നക്ഷ. നക്ഷ എന്നാണ് കേന്ദ്ര പദ്ധതിയുടെ പേര്. ഇതെന്താണ്? നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്ന കേന്ദ്ര പദ്ധതിയാണ്. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്ന കേന്ദ്ര പദ്ധതിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട നക്ഷ എന്നത്. അപ്പൊ നക്ഷ എന്ന് പറയുന്നത് കേന്ദ്ര പദ്ധതിയാണ്. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നമ്മൾ ഈ പറയുന്ന നക്ഷ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് നക്ഷ? നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ. കേരളത്തിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ ബസ് സർവീസ് നടത്തിയിട്ടുണ്ട്. അതെവിടെയാണെന്ന് ചോദിക്കാം. കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചി നമ്മളെ സിയാലിലെ എയർപോർട്ട് അവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ കൊച്ചി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് ആട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ഓർത്തിരിക്കുക. അത് കൊച്ചിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 ആയിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിക്കാം. ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ വുമൺ ഓഫ് ദ ഇയർ 2024 ആയിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഷൂട്ടിംഗ് താരം മനു ബാക്കർ ആണ്. ആരാണ്? മനു ബാക്കർ എന്ന പേര് ഓർത്തിരിക്കുക. മനു ബാക്കറിനെയാണ് ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 ആയിട്ട് തെരഞ്ഞെടുത്തത്. ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 ആയിട്ട് തെരഞ്ഞെടുത്തത്. അടുത്തത്, ലോക ജൂനിയർ ചെസ് കിരീടം 2025 നടന്ന ലോക ജൂനിയർ ചെസ് കിരീടം ഇത് നേടിയത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയാണ് നേടിയത്. ഇന്ത്യയിൽ ഏത് താരമാണ് ഈ ഒരു കപ്പ് ഉയർത്തിയെന്ന് വെച്ചാൽ പ്രണവ് വെങ്കടേഷ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. പ്രണവ് വെങ്കടേഷ് എന്ന പേര് ഓർത്തിരിക്കുക. പ്രണവ് വെങ്കടേഷ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യ ഉയർത്തി ആരാണ് നേടിയത്? പ്രണവ് വെങ്കടേഷ് ആണ്. അപ്പൊ ലോക ജൂനിയർ ചെസ് കിരീടം നേടിയത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് പ്രണവ് വെങ്കടേഷ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് അണ്ടർ 20 ലോക ചാമ്പ്യൻഷിപ്പിലാണ് ഇദ്ദേഹം കപ്പ് ഉയർത്തുന്നത്. അപ്പൊ ലോക ജൂനിയർ ചെസ് കിരീടം എന്ന് പറയുമ്പോൾ അണ്ടർ 20 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യക്കാണ് ലഭിച്ചത്. ഇന്ത്യയുടെ പ്രണവ് വെങ്കടേഷിനാണ് ലഭിച്ചത്. അണ്ടർ 20 വിഭാഗത്തിലാണ് ഇദ്ദേഹത്തിന് ഈ ഒരു കിരീടം കിട്ടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം തിരുവനന്തപുരത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം തിരുവനന്തപുരത്താണ്. PSC മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. എവിടെയാണ്? തിരുവനന്തപുരത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിലാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു അതിന്റെ ഇനോഗ്രേഷൻ ഒക്കെ നടത്തിയെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, സൗദി അറേബ്യയിലെ റിയാദ് 2027 അവിടെ വെച്ചിട്ട് പ്രഥമ ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസ് നടക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ് നടക്കുന്നത് എപ്പോഴാണ്? 2027 ആദ്യമായിട്ട് ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ് നടക്കാൻ പോവാണ്. അത് 2027 ഇത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സൗദി അറേബ്യയിലെ റിയാദ് വെച്ചിട്ടാണ്. എവിടെയാണ്? സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ്. അറേബ്യയിലെ റിയാദ് വെച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ് 2027 സൗദി അറേബ്യയിലെ റിയാദ് വെച്ചിട്ടാണ്. പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ് നടക്കുന്നത് 2027 അത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ സൗദി അറേബ്യയിലെ റിയാദ് വെച്ചിട്ടാണ്. ഈ രണ്ട് നിയമനങ്ങൾ പരിചയപ്പെടാം. അതിലൊന്ന് നമ്മുടെ സെബി ഉണ്ട്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ.
സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇതിന്റെ ചെയർമാനായിട്ട് ഈ അടുത്ത് നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ തുകിൻ കാന്ത പാണ്ഡെയാണ്. ആരാണ്? തുകിൻ കാന്ത പാണ്ഡെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ തുകിൻ കാന്ത പാണ്ഡെ. അതേപോലെ തന്നെ നമ്മുടെ സ്പൈസസ് ബോർഡ് ഉണ്ട്. സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ഈ അടുത്ത് നിയമിതയായ ആരെന്ന് ചോദിക്കാം സ്പൈസസ് ബോർഡ്. സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ഈ അടുത്ത് നിയമിതനായത് ഉത്തരമായിട്ട് വരുന്ന സംഗീത വിശ്വനാഥനാണ്. സംഗീത വിശ്വനാഥൻ. ഈ പേരുകൾ ഓർത്തില്ല. അപ്പോൾ ഒന്ന് സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിന്റെ ചെയർമാനായിട്ട് വന്നിരിക്കുന്നത് തുകിൻ കാന്ത പാണ്ഡെയാണ്. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ ആയിട്ട് വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ്. അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ്. ഇനി മറ്റൊന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. അത് ലഭിച്ചിരിക്കുന്നത് ആർക്കാന്ന് ചോദിക്കാം. 2025 പ്രഖ്യാപിച്ച കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. 2025 പ്രഖ്യാപിച്ച കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. നമ്മളിവിടെ പഠിക്കുന്നത് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. ഇത് 2025 കിട്ടിയത് ആർക്കാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഉത്തരമായിട്ട് വരേണ്ടത് എം ലീലാവതിയാണ്. ഡോക്ടർ എം ലീലാവതി എന്ന പേര് ഓർത്തിരിക്കുക. ഡോക്ടർ എം ലീലാവതിക്കാണ് 2025 പ്രഖ്യാപിച്ച കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 55,555 രൂപയും ഫലവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം. അപ്പൊ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ എം ലീലാവതിക്കാണ്. ഡോക്ടർ എം ലീലാവതിക്കാണ്. ഈ കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡ് ലഭിച്ച ആർക്കാന്ന് ചോദിക്കാം. ഈ കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡ് ലഭിച്ചത് ആർക്കാന്ന് ചോദിക്കാം. ഉത്തരമായിട്ട് വരുന്നത് എറണാകുളം ജില്ലാ കളക്ടർ. എറണാകുളം ജില്ലാ കളക്ടറായിട്ടുള്ള NSK ഉമേഷിനാണ്. NSK ഉമേഷ്. അപ്പൊ ഈ കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡ് ലഭിച്ചത് എറണാകുളം ജില്ലാ കളക്ടറായിട്ടുള്ള NSK ഉമേഷിനാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായിട്ട് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായിട്ട് യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് ഏതാണെന്ന് ചോദിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും കേരളത്തിൽ ആദ്യമായിട്ട് KSRTCയിൽ സൗജന്യമായിട്ട് യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് വെച്ചാൽ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് എന്ന് പറയുന്ന പഞ്ചായത്താണ്. മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് പഞ്ചായത്താണ്. അപ്പൊ മലപ്പുറം തൃപ്പങ്ങോട് പഞ്ചായത്താണ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായിട്ട് യാത്രാ സർവീസ് ആരംഭിച്ചത്. നമ്മുടെ പുതിയൊരു നിയമനമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. കേന്ദ്ര ലോ സെക്രട്ടറി. നിലവിലെ ഈ പദവിയിൽ ആരെന്ന് ചോദിക്കാം. കേന്ദ്ര ലോ സെക്രട്ടറി ആയിട്ട് പുതിയൊരു വ്യക്തി വന്നിരിക്കുകയാണ്. അപ്പൊ കേന്ദ്ര ലോ സെക്രട്ടറി ആയിട്ട് പുതുതായിട്ട് വന്നിരിക്കുന്നത് അഞ്ജു രതി റാണയാണ്. പുതുതായിട്ട് ഈ ഒരു പദവിയിലേക്ക് എത്തിയിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് അഞ്ജു രതി റാണയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അഞ്ജു രതി റാണ എന്ന പേര് ഓർത്തിരിക്കുക. അഞ്ജു രതി റാണ. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു വനിത ഈ ഒരു പദവിയിലേക്ക് എത്തുന്നത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറിയാണ് അഞ്ജു രതി റാണ എന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാലോ ഉത്തരമായിട്ട് വരേണ്ടത് അഞ്ജു രതി റാണ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട കേന്ദ്ര ലോ സെക്രട്ടറി നിലവിൽ ആരാന്ന് വെച്ചാൽ അഞ്ജു രതി റാണയാണ്. ഈ ഒരു പദവിയിലേക്ക് അവരെത്തുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു വനിത നിയമ സെക്രട്ടറി ആയിട്ട് എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. സ്വന്തമായിട്ട് ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകാൻ ഒരുങ്ങുന്നത് അസ്സാമാണ്. സ്വന്തമായിട്ട് ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകാൻ പോകുന്നത് അസ്സാമാണെന്ന കാര്യം ഓർക്കുക. സ്വന്തമായിട്ട് ഉപഗ്രഹമുള്ള ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമായിട്ട് മാറാൻ പോകുന്നത് അസ്സാമാണെന്ന കാര്യം ഓർക്കുക. അസ്സാമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നമ്മൾ അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് 1925 മാർച്ച് 12 വർക്കലയിലെ ശിവഗിരി മഠത്തിൽ വെച്ചിട്ട് ആരൊക്കെ തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ 100ാം വാർഷികമാണ് 2025 വിവിധ പരിപാടികളിലൂടെ ആചരിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ശ്രീനാരായണ ഗുരു, അതുപോലെ
ഗാന്ധിജിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. അപ്പൊ ഗാന്ധിയുടെയും അതുപോലെ ഗുരുവിന്റെയും കൂടിക്കാഴ്ചയാണ് ഈ പറയുന്ന 1925 മാർച്ച് 12 എവിടെ വെച്ചിട്ടായിരുന്നു? വർക്കലയിലെ ശിവഗിരി മഠത്തിൽ വെച്ചായിരുന്നു. അതിന്റെ 100ാം വാർഷികമാണ് ഈ 2025 എന്ന കാര്യം ഓർത്തിരിക്കുക. 1925 മാർച്ച് 12 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന്റെ 100ാം വാർഷികം ഏത് വർഷമാണ്? 1925 ആകുമ്പോൾ 100ാം വാർഷികം എന്ന് പറയുമ്പോൾ 2025 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ പരിചയപ്പെടുന്ന 59ാം ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. അപ്പൊ 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം, 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം. അപ്പൊ ഇത് ലഭിച്ചത് ആർക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി സാഹിത്യകാരനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ല എന്ന പേര് ഓർത്തിരിക്കുക. വിനോദ് കുമാർ ശുക്ല എന്ന പേര് ഓർത്തിരിക്കുക. ഇദ്ദേഹം ഒരു ഹിന്ദി സാഹിത്യകാരനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഹിന്ദി സാഹിത്യകാരനാണ്. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ടത് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്ക്. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരൻ എന്നൊരു പ്രത്യേകത കൂടി ഇദ്ദേഹത്തിനുണ്ട്. കൂടെ ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യ എഴുത്തുകാരനാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യ എഴുത്തുകാരൻ. ഛത്തീസ്ഗഡിൽ നിന്ന് ഈ ഒരു പുരസ്കാരം നേടുന്ന ആദ്യ എഴുത്തുകാരൻ എന്നൊരു പ്രത്യേകതയുണ്ട്. എഴുത്തുകാരൻ എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ നമ്മളോട് പരിചയപ്പെട്ടത് 59ാം ജ്ഞാനപീഠ പുരസ്കാരം ഹിന്ദി സാഹിത്യകാരനായിട്ടുള്ള വിനോദ് കുമാർ ശുക്ലയ്ക്ക് ലഭിച്ചു. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യ വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല. 11 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം. ഈ ഒരു പുരസ്കാരത്തിന്റെ തുക എന്ന് പറയുന്നത് 11 ലക്ഷം രൂപയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? വിനോദ് ശുക്ലയ്ക്ക്. അദ്ദേഹം ഒരു ഹിന്ദി സാഹിത്യകാരനാണ്. അതേപോലെ ഛത്തീസ്ഗഡുകാരാണ്. ഛത്തീസ്ഗഡിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. അതുപോലെ തന്നെ 11 ലക്ഷമാണ് ഇതിന്റെ സമ്മാന തുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്ഫിയറക്സ് എന്ന് പറയുന്ന ഒരു ദൂരദർശിനിയാണ്. സ്ഫിയറക്സ് എന്ന് പറയുന്ന ദൂരദർശിനി ആരാണ് വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നാസയാണ്. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയാണ് ഇത് വിക്ഷേപിച്ചത്. ഇതിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശഗംഗകളെ കുറിച്ചുള്ള പഠനമാണ്, സമഗ്ര പഠനമാണ്. ആകാശ ഗംഗകളെ കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള പഠനമാണ് ഇതിനുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് സ്ഫിയറക്സ് എന്ന് പറയുന്ന ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ ആരാണ് വിക്ഷേപിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നാസയാണ്. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ആകാശഗംഗകളെ കുറിച്ചുള്ള സമഗ്ര പഠനമാണ്. ആകാശഗംഗകളെ കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് സ്ഫിയറക്സ് എന്ന ദൂരദർശിനി വിക്ഷേപിച്ചത് നാസയാണ്. 37ാമത് അഖിലേന്ത്യ 37ാമത് അഖിലേന്ത്യ തപാൽ കലാമേള ഇതില് ജേതാക്കളായത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ കേരളമാണ്. 37ാമത് തപാൽ കലാമേളയിൽ ജേതാക്കളായത് ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ കേരളമാണ്. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേള കേരളം ജേതാക്കളായി. ഇന്ത്യയുടെ 58ാമത്തെ കടുവാ സങ്കേതം ഏതെന്ന് ചോദിക്കാം. ഇന്ത്യയുടെ 58ാം കടുവാ സങ്കേതം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനമാണ്. മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ 58ാമത് കടുവാ സങ്കേതം. അപ്പൊ ഇന്ത്യയിലെ 58ാമത് കടുവാ സങ്കേതം എവിടെയാണെന്ന് വെച്ചാൽ മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനമാണ്. ഇന്ത്യയിലെ 58ാമത്തെ കടുവാ സങ്കേതം എന്ന കാര്യം ഓർത്തിരിക്കുക. കാനഡയ്ക്ക് പുതിയ പ്രധാനമന്ത്രി വന്നിരിക്കുകയാണ്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയുടെ പേര് ചോദിച്ചാൽ മാർക്ക് കാർണി എന്ന പേര് ഓർത്തിരിക്കുക. മാർക്ക് കാർണിയാണ് കാനഡയുടെ പ്രധാനമന്ത്രി എന്ന കാര്യം ഓർത്തിരിക്കുക. കാനഡ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് വെച്ചാൽ നിലവിൽ ആരാണ്? മാർക്ക് കാർണിയാണ്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയാണ്. UK-യിലെ പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ നടനാണെന്ന് ചോദിക്കാം. ഈ അടുത്ത് 2025 UK-യിലെ പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ഒരു തെലുങ്ക് നടനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ചിരഞ്ജീവി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചിരഞ്ജീവി.
അപ്പോൾ ഇതിന് എന്ത് ലഭിക്കുകയാണ്? യുണൈറ്റഡ് കിങ്ഡത്തിലെ UK പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ 2025 UK പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച തെലുങ്ക് നടനാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ചിരഞ്ജീവിയാണ് ഉത്തരമായിട്ട് വരിക. 2021-22 വർഷത്തെ കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം MK സാനുവിന് ലഭിച്ചു. അതേപോലെ തന്നെ M മുകുന്ദനും ലഭിച്ചു. 2021-22 MK സാനു, M മുകുന്ദൻ. 2021-22 വർഷത്തെ കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ചത് MK സാനുവിനും M മുകുന്ദനുമാണ്. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിങ് മെഷീൻ എവിടെയാണെന്ന് ചോദിക്കാം. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിങ് മെഷീൻ എവിടെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായിട്ടുള്ള IQ Air 2025 റിപ്പോർട്ട് പുറത്തുവിട്ടു. സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയാണ് IQ Air എന്ന് പറയുന്നത്. അവർ 2025 റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ഒരു റിപ്പോർട്ടിൽ വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ, വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 5ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാമതാണ്. വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5ാമതാണ്. ചാഡ് എന്ന് പറയുന്ന രാജ്യം, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, ചാഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, കോങ്കോ എന്നിവയാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ആദ്യത്തെ 4 രാജ്യങ്ങൾ. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനത്താണെന്നാലും ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം ഓർത്തിരിക്കുക, 5ാം സ്ഥാനം. അപ്പൊ ഏറ്റവും മലിനീകരണം കൂടുതലുള്ള എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ചാടാണെന്നാലും ഓർത്തിരിക്കുക. ചാടാണ്. അപ്പൊ ഇന്ത്യയുടെ എത്രാമതാണ്? 5ാമതാണെന്നാലും ഓർത്തി. അപ്പൊ സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായിട്ടുള്ള IQ Airന്റെ 2025 റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ഓർത്തിരിക്കുക, 5ാം സ്ഥാനത്താണ്. നമ്മുടെ പുതിയ ധനകാര്യ സെക്രട്ടറി ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആരെന്ന് ചോദിക്കാം. ഉത്തരമായിട്ട് വരുന്ന അജയ് സേത്താണ്. പുതിയ ധനകാര്യ സെക്രട്ടറിയുടെ പേര് ഓർത്തിരിക്കുക, അജയ് സേത്ത് എന്ന പേര് ഓർത്തിരിക്കുക. അജയ് സേത്താണ് പുതിയ ധനകാര്യ സെക്രട്ടറി. ഇനി 2025 പുരുഷ വനിത കബഡി ലോകകപ്പുകൾക്ക് വേദിയാവുന്നത് എവിടാന്ന് ചോദിക്കാം. കബഡി വേൾഡ് കപ്പിന് വേദിയാവുന്നത് ഉത്തരമായിട്ട് വരേണ്ടത് ഇംഗ്ലണ്ടാണ്. അപ്പൊ 2025 പുരുഷ വനിത കബഡി വേൾഡ് കപ്പിന് വേദിയാവുന്നത് ഇന്ത്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എവിടെയാണ്? ഇന്ത്യയിൽ വെച്ചിട്ടാണ് 2025 പുരുഷ വനിത കബഡി വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് 2025 പുരുഷ വനിത കബഡി വേൾഡ് കപ്പിന്റെ വേദി ഇംഗ്ലണ്ട് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇംഗ്ലണ്ട് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. വൺസ് മോർ, 2025 പുരുഷ വനിത കബഡി വേൾഡ് കപ്പിന്റെ സ്ഥലം, വേദി എവിടെയാണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടാണ്. 2025 പുരുഷ വനിത കബഡി വേൾഡ് കപ്പ് എവിടെ വെച്ചിട്ടാ? ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാനായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാനത്തെ നാഷണൽ സർവീസ് സ്കീമും NSSഉം ഇവര് സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ക്യാമ്പയിൻ. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായിട്ട് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കേരളമാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത്. ആദ്യം പരിചയപ്പെട്ടത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ പേരാണ് നമ്മൾ ആദ്യം പരിചയപ്പെട്ടത്. അതാണ് ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ക്യാമ്പയിൻ. അതിനുശേഷം നമ്മൾ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന് പറയുന്ന ഒന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇത് എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്.
കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായിട്ട് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. പിന്നെ നമ്മൾ കേരളം ഉത്തരം കിട്ടുന്ന ചോദ്യം പഠിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് നമ്മൾ പഠിച്ചു. അടുത്ത ചോദ്യം, വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം ആർക്കാണ് ലഭിച്ചത്? വനിതാ IPL ആണ്. വനിതാ IPL 2025 കിരീടം ഉയർത്തിയത് മുംബൈ ഇന്ത്യൻസ് ആണ്. ആരാണ്? മുംബൈ ഇന്ത്യൻസ് ആണ് കാര്യം ഓർത്തിരിക്കുക. മുംബൈ ഇന്ത്യൻസ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവർ ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് 8 റൺസിന് പരാജയപ്പെടുത്തിയത്. ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ മുംബൈ ഇന്ത്യൻസ് ആണ് 2025 നടന്ന IPL കിരീടമുയർത്തിയത്. വനിതാ IPL കിരീടമുയർത്തിയത്. പുരുഷ IPL ആണെങ്കിലോ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ്. ഇവിടെ വനിതയാണ് കേട്ടോ, കൃത്യമായി ഓർത്തിരിക്കണം. വനിതാ IPL 2025 മുംബൈ ഇന്ത്യൻസ് ആണ്. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025. ഇതില് 2025 ഈ മത്സരത്തിൽ വിജയികളായതായിരുന്നു വെച്ചാൽ അവിടെയും ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയാണ്. ഇന്ത്യയാണ് വിജയിച്ചത്. ടെഹ്റാനിൽ നടന്ന ഫൈനലിൽ ഇറാനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ വിജയിച്ചത്. അപ്പൊ ഇന്ത്യ ആരെ പരാജയപ്പെടുത്തിയത്? ഇറാനെയാണ് പരാജയപ്പെടുത്തിയത്. ടെഹ്റാനിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ഫൈനൽ മത്സരം നടന്നത്. അപ്പൊ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 ഇന്ത്യ ജേതാക്കളായി. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 ഇന്ത്യ ജേതാക്കളായി. കൃത്യമായ വിള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ഒരു സംവിധാനം ആരംഭിച്ചു. ആ സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്നത്. സംവിധാനത്തിന്റെ പേരാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനത്തിന്റെ പേരാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ഇനി അടുത്തത് ഫോബ്സിന്റെ ഈ വർഷത്തെ, ഫോബ്സ് എന്ന് പറയുന്ന മാസികയുണ്ട്, അവര് ഈ പറയുന്ന ഓരോ വർഷവും ശതകോടീശ്വരന്മാരുടെ പട്ടിക പുറത്തുവിടാറുണ്ട്. ഫോബ്സ് 2025 പുറത്തുവിട്ട ശതകോടീശ്വരന്മാരുടെ പട്ടിക. ഈ ഒരു പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുന്നത്, ഫോബ്സിന്റെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ഇലോൺ മസ്ക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇന്ത്യയില് മുന്നിട്ട് നിൽക്കുന്നത്, ലോകത്തൊന്നാമത് ആരാന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വേണ്ടത് ഇലോൺ മസ്ക് ആണ്. ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്ന ആരാന്ന് വെച്ചാൽ അത് നമ്മുടെ മുകേഷ് അംബാനിയാണ്. ഇന്ത്യയിൽ ആരാണ്? മുകേഷ് അംബാനിയാണെന്ന് കാര്യം ഓർക്കുക. ഈ ഒരു ലിസ്റ്റിൽ ഇന്ത്യയിൽ മുന്നിട്ട് നിൽക്കുന്നത് മുകേഷ് അംബാനിയാണ്. ഇനി ഈ ഒരു ലിസ്റ്റില് അതിസമ്പന്നനായിട്ടുള്ള മലയാളി ആരെന്ന് വെച്ചാൽ അത് MA യൂസഫ് അലിയാണ്. ആരാണ്? MA യൂസഫ് അലി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ഫോബ്സിന്റെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാമത് ഇലോൺ മസ്ക്, ഇന്ത്യയിൽ നിന്ന് മുകേഷ് അംബാനി, അതായത് ഇന്ത്യക്കാരെ എടുത്തു നോക്കുമ്പോൾ അതിൽ ഒന്നാമത് വരുന്ന മുകേഷ് അംബാനി. ഈ ഒരു മലയാളിയെ എടുത്തു നോക്കിയാൽ അതിലൊന്നാമത് വരുന്നത് MA യൂസഫ് അലി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 2025 ബിംസ്റ്റെക് ഉച്ചകോടി എവിടെയാണ് നടന്നു വെച്ചാൽ തായ്ലാന്റാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. തായ്ലാന്റിലെ ബാങ്കോങ് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചാണ്. 2025 ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാന്ന് പരീക്ഷിക്കുവാണെങ്കിൽ ചോദിക്കാം. 2025 ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തായ്ലാന്റിൽ വെച്ചിട്ടാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. തായ്ലാന്റിലെ ബാങ്കോങ് ഓർത്തിരിക്കുക. എന്താണ് ഇനിയോച്ചോസ് 25 എന്ന് പറയുന്നത്? ഇനിയോച്ചോസ് 25 എന്ന് പറയുന്നത് ഗ്രീസിലെ ആൻഡ്രാവിയ വ്യോമതാവളത്തിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ്. ഈ പറയുന്ന ഇനിയോച്ചോസ് 25 എന്ന് പറയുന്നത്. ഇന്ത്യയൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ഗ്രീസിലെ ആൻഡ്രാവിയ വ്യോമതാവളത്തിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ്. അപ്പൊ ഇത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഗ്രീസിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ്രാവിയ വ്യോമതാവളത്തിൽ വെച്ചിട്ടാണ്. ഗ്രീസിലെ ആൻഡ്രാവിയ വ്യോമതാവളത്തിൽ വെച്ചിട്ടാണ്. വ്യോമതാവളം. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് എന്ത് നടന്നത്? ഈ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം നടന്നത്. അതിന്റെ പേരാണ് ഇനിയോച്ചോസ് 25. ഇനിയോച്ചോസ് 25 എന്ന് പറയുന്നത് ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസം. ഗ്രീസിലെ ആൻഡ്രാവിയ വ്യോമതാവളത്തിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 2025 നടന്ന പ്രാഗ്
മാസ്റ്റേഴ്സ് ചെസ് 2025 നടന്ന പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ് പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ് അതില് കിരീടം ഉയർത്തിയത് ആരെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ അരവിന്ദ് ചിദംബരമാണ്. ഇന്ത്യയുടെ അരവിന്ദ് ചിദംബരമാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അരവിന്ദ് ചിദംബരം. അപ്പൊ ഇവിടെ ഓർക്കുക, പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ് കിരീടം 2025 നേടിയത് അരവിന്ദ് ചിദംബരമാണ്. അരവിന്ദ് ചിദംബരമാണ്. ഇതേപോലെ തന്നെ അറിഞ്ഞിരിക്കുന്ന മറ്റൊന്നാണ്, ഈ ചെസ്സുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന മറ്റൊന്നാണ് താഷ്കന്റ് ഓപ്പൺ ചെസ്. അവിടെ കിരീടം ഉയർത്തിയത് ആരെന്ന് വെച്ചാൽ മലയാളിയാണ്, നിഹാൽ സരീൻ എന്ന പേരാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് താഷ്കന്റ് ഓപ്പൺ ചെസ് ടൂർണമെന്റ് 2025 കപ്പ് ഉയർത്തിയത് മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള നിഹാൽ സരീനാണ്. അപ്പൊ പരീക്ഷിക്കുവാണെങ്കിൽ ചോദിക്കാം, നിഹാൽ സരീൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരമായിട്ട് വരേണ്ടത് ചെസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പുരുഷന്മാരുടെ 100 മീറ്ററിൽ പുതിയ ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. 10.20 സെക്കൻഡിൽ ഓട്ടം പൂർത്തിയാക്കിയിട്ട് 10.20 സെക്കൻഡിൽ ഓട്ടം പൂർത്തിയാക്കിയിട്ട് പുരുഷന്മാരുടെ 100 മീറ്ററിൽ എത്രയാണ്? 100 മീറ്ററിൽ പുരുഷന്മാരുടെ 100 മീറ്ററിൽ മെൻസ് 100 മീറ്ററിൽ ദേശീയ റെക്കോർഡ് നേടിയതാരെന്ന് വെച്ചാൽ ഗുരീന്ദർ വീർ സിംഗ് ആണ്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഗുരീന്ദർ വീർ സിംഗ് എന്നാണ് ഉത്തരമായിട്ട് വരിക. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? 10.20 സെക്കൻഡിൽ ഓട്ടം പൂർത്തിയാക്കി പുരുഷന്മാരുടെ 100 മീറ്ററിൽ ദേശീയ റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തി ആരെന്ന് വെച്ചാൽ ഗുരീന്ദർ വീർ സിംഗ് ആണ്. ഗുരീന്ദർ വീർ സിംഗ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഈ അടുത്ത് ആരെയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാനന്ദ ഓണററി പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മുമ്പ് ഈ പറയുന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന തോമസ് ബാക്ക് ആണെന്ന് ആരും ഓർത്തിരിക്കുക. അപ്പൊ ഓർത്തിരിക്കേണ്ട പേരെന്താണ്? തോമസ് ബാക്ക്. നമ്മൾ പരിചയപ്പെട്ടെന്നാണ് തോമസ് ബാക്കിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാനന്ദ ഓണററി പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആജീവനാനന്ദ ഓണററി പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 2025 വനിതാ ഏകദിന വേൾഡ് കപ്പ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? വനിതാ ഏകദിന ലോകകപ്പ്, ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്ത്യയാണ്. ഇന്ത്യയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽ പാലമാണ് രാമേശ്വരത്തെ പാമ്പൻ പാലം. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച തീയതി ചോദിച്ചാൽ 2025 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്. 2025 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്. ഈ തീയതി ഓർത്തിരിക്കണം. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലമാണ്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലമാണ്. വെർട്ടിക്കൽ കടൽപ്പാലമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട രാമേശ്വരത്തെ പാമ്പൻ പാലം. രാമേശ്വരത്തെ പാമ്പൻ പാലം. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് 2025 ഏപ്രിൽ 6-ാം തീയതിയാണ്. 2025 ഏപ്രിൽ 6-ാം തീയതിയാണ്. ഓർത്തിരിക്കാൻ സിമ്പിൾ ആണ്. നമുക്ക് എന്തായാലും 2025 ആണെന്ന് അറിയാലോ. 2025 ഈ 25 ഇങ്ങോട്ട് എടുക്കുക, 25 ഇതിങ്ങോട്ട് എടുക്കുക. ഈ 5 പിറകിൽ വരുന്നത് ഏതാ? 4 അല്ലേ? 4-ാം മാസം. 5 ശേഷം വരുന്നത് ഏതാ? 6 അല്ലേ? 6-ാം തീയതി. ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി, മറക്കില്ല. ഇനി പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച ആർക്കെന്നാണ് നമ്മുടെ ചോദ്യം. പ്രഥമ ജ്ഞാന ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ HV ഈശ്വറിനാണ്. ഡോക്ടർ HV ഈശ്വർ എന്ന പേര് ഓർത്തിരിക്കുക. പ്രഥമ ജ്ഞാന ശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ HV ഈശ്വർ. ഇനി മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള വരദേവി പുരസ്കാരം ഇതാണ്. വരദേവി പുരസ്കാരം. ഈ പുരസ്കാരം ലഭിച്ചത് പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിട്ടുള്ള പ്രൊഫസർ GN പണിക്കർക്കാണ്. ആർക്കാണ് ലഭിച്ചത്? പ്രൊഫസർ GN
എൻ പണിക്കർക്കാണ് ലഭിച്ചത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് വരദേവി പുരസ്കാരമാണ്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള വരദേവി പുരസ്കാരം പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ പ്രൊഫസർ GN പണിക്കർക്കാണ് ലഭിച്ചത്. ഇനി സാഹിത്യ പരിഷത്ത് പുരസ്കാരം 2025 പ്രഖ്യാപിച്ച സാഹിത്യ പരിഷത്ത് പുരസ്കാരം ലഭിച്ച ആർക്കാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വി മധുസൂദനൻ നായർക്കാണ്. വി മധുസൂദനൻ നായർക്കാണെന്ന് ആരും ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ സാഹിത്യ പരിഷത്ത് പുരസ്കാരം വി മധുസൂദനൻ നായർക്കാണ്. വരദേവി പുരസ്കാരം ലഭിച്ചത് GN പണിക്കർക്കാണ്. അതുപോലെ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് HV ഈശ്വറിനാണ്. ജ്ഞാനശ്രേഷ്ഠ HV ഈശ്വർ, ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം HV ഈശ്വർ, ഡോക്ടർ HV ഈശ്വർ. അതുപോലെ വരദേവി പുരസ്കാരം കിട്ടിയത് GN പണിക്കർക്കാണ്. അടുത്തത് നമ്മൾ പഠിച്ചത് മറ്റൊരു പുരസ്കാരമാണ് സാഹിത്യ പരിഷത്ത് പുരസ്കാരം. അത് ലഭിച്ചത് വി മധുസൂദൻ നായർക്കാണെന്ന് ആരും ഓർത്തിരിക്കുക. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ച ആർക്കാന്ന് ചോദിക്കാം. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ഇത് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അപ്പോൾ ഇവിടെ നോക്കുക, പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്കാണ്. വിദ്യാകീർത്തി പുരസ്കാരം ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണെന്ന് ആരും ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഓർക്കുക, പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയത്. ഇനി 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാന്ന് ചോദിക്കും. ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞു. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഈ അടുത്താണ് പ്രഖ്യാപിച്ചത്. ഇവിടെ പഠിക്കുന്നത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2024 സാറ ജോസഫിനാണ്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചത് സാറ ജോസഫ്. ഇനി ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥം ശ്രീ ചിത്രതിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് നടൻ ജയറാമിനും അതുപോലെ തന്നെ ഒളിമ്പ്യൻ ആർ ശ്രീജേഷിനുമാണ് ലഭിച്ചത്. അപ്പോൾ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥം ശ്രീ ചിത്രതിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് ലഭിച്ചത് ഒന്ന് ജയറാമിന് ലഭിച്ചു, മറ്റൊന്ന് നടൻ നമ്മുടെ ഒളിമ്പ്യൻ ആയിട്ടുള്ള ആർ ശ്രീജേഷിന് ലഭിച്ചു. ഈ രണ്ടു പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. 24 ആ ഒരു കാലഘട്ടമായി ബന്ധിപ്പിച്ച് 23, 24 ആ ഒരു കാലഘട്ടമൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ജയറാമിനും ആർ ശ്രീജേഷിനുമാണ് ലഭിച്ചത്. ഇനി അടുത്തത് പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള കെ ജയകുമാറിനാണ്. അദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു കേരളത്തിന്റെ. അപ്പൊ പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം. അപ്പൊ എന്താണ്? പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം ലഭിച്ച ആർക്കാന്ന് വെച്ചാൽ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത് കെ ജയകുമാർ എന്ന് പറയുന്ന പേരാണ്. കെ ജയകുമാർ. ഇനി ചോദിക്കാവുന്നതാണ് നമ്മുടെ തകഴി സാഹിത്യ പുരസ്കാരമാണ്. ചോദിക്കാൻ സാധ്യതയുള്ളതാണ് തകഴി സാഹിത്യ പുരസ്കാരം. തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാന്ന് വെച്ചാൽ 2024 പറയുന്നത്. ഇത് ലഭിച്ചിരിക്കുന്നത് KP സുധീരയ്ക്കാണ്. KP സുധീരയാണ്. അപ്പൊ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് KP സുധീരയ്ക്കാണ്. തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാ? KP സുധീരയ്ക്കാണ് തകഴി സാഹിത്യ പുരസ്കാരം. അടുത്തത് നോർവേയുടെ ഉന്നത ബഹുമതിയായിട്ടുള്ള ഹോൾബർഗ് പുരസ്കാരം. നോർവേയുടെ ഉന്നത ബഹുമതിയായിട്ടുള്ള ഹോൾബർഗ് പുരസ്കാരം. നോർവേയുടെ ഉന്നത ബഹുമതിയായിട്ടുള്ള ഹോൾബർഗ് പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിക്കാം. നോർവേയുടെ ഉന്നത ബഹുമതി ആയിട്ടുള്ള ഹോൾബർഗ് പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഗായത്രി ചക്രവർത്തി സ്പിവാക്കിനാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ഗായത്രി ചക്രവർത്തി സ്പിവാക്ക് എന്ന പേര് ഓർത്തിരിക്കുക. ഇപ്പൊ 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ
ഹോൾബർഗ് പുരസ്കാരം കിട്ടിയത് ഗായത്രി ചക്രവർത്തി സ്പിവാക്കിനാണ്. ഗായത്രി ചക്രവർത്തി സ്പിവാക്ക്. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചു. ഇന്ത്യ ഹോക്കി വേൾഡ് കപ്പ് വിജയിച്ചു. ആ വേൾഡ് കപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികമാണ് 2025. അതിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി എന്നത്. മാർച്ച് ഓഫ് ഗ്ലോറി എന്നത്. ഇപ്പൊ ഇന്ത്യൻ പുരുഷ ടീം ഹോക്കി വേൾഡ് കപ്പ് വിജയിച്ച വർഷം ചോദിക്കാം, സ്വർണ്ണ മെഡൽ നേടിയ വർഷം ചോദിക്കാം. 1975. പ്രീവിയസ് ആയിട്ട് പലതവണ ചോദിച്ചതാണ്. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതിന് 50ാം വാർഷികമാണ്. അവിടെ പുറത്തിറക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. മാർച്ച് ഓഫ് ഗ്ലോറി എന്ന പുസ്തകം. അടുത്തത് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചാലോ, ഏത് സംസ്ഥാനത്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കേരളമാണ്. കേരളമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ എന്താണ് പറഞ്ഞത്? മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം കേരളത്തിനാണ് കിട്ടിയത്. ഇനി അടുത്തതിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഇനി ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി. ശ്രീലങ്ക എന്ന രാജ്യത്തിന്റെ, നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് മിത്ര വിഭൂഷണ എന്ന് പറയുന്നത്. എന്താണ്? മിത്ര വിഭൂഷണ. ഇത് ഈ അടുത്ത് നമ്മുടെ ഇന്ത്യയിൽ ഒരാൾക്ക് കിട്ടി. ആർക്കായിരിക്കും? നമ്മുടെ പ്രധാനമന്ത്രിക്ക് തന്നെയാണ്. ആർക്കാണ്? പ്രധാനമന്ത്രിക്കാണ്. ഇപ്പൊ ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ പുരസ്കാരം ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. അപ്പൊ നിലവിൽ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നുണ്ട്. ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആരാണ്? അനുര കുമാര ദിസനായകയാണ്. അനുര കുമാര ദിസനായക. അനുര കുമാര ദിസനായക. അപ്പൊ മിത്രവിഭൂഷണ എന്ന് പറയുന്ന ആ ഒരു പുരസ്കാരം ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് നൽകിയിട്ട് ഈ അടുത്ത്. 2025 മാർച്ച് മാസത്തില് ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു സംയുക്ത നാവിക അഭ്യാസമുണ്ട്. അതിന്റെ പേരാണ് ബോങ്കോ സാഗർ. ഈ നാവിക അഭ്യാസത്തിന്റെ പേരാണ് ബോങ്കോ സാഗർ. ബോങ്കോ സാഗർ. അപ്പൊ ഇത് ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടന്ന സംയുക്ത നാവിക അഭ്യാസമാണ്. സംയുക്ത നാവിക അഭ്യാസമാണ്. അപ്പൊ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടന്ന സംയുക്ത നാവിക അഭ്യാസമാണ് ബോങ്കോ സാഗർ. ബോങ്കോ സാഗർ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഓപ്പറേഷൻ ബ്രഹ്മയാണ്. ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാനായിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ്. അതായത് അവിടുത്തെ ഒരു രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത് ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാനായിട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന കാര്യം ഓർത്തിരിക്കുക. ചോദിക്കും ഓപ്പറേഷൻ ബ്രഹ്മ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഓപ്പറേഷൻ ബ്രഹ്മയിലെ അവസാനത്തെ മ്യാൻമാർ അല്ല, മായക്ക് അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്തത് നമ്മളിപ്പോ IPL വനിതാ കിരീടം നേടിയതാരെന്ന് പഠിച്ചു. മുംബൈ ഇന്ത്യൻസ് ആണ്. അതുപോലെ IPL പുരുഷ കിരീടം നേടിയതാരെന്നും പഠിച്ചു. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന ISL കിരീടം. അത് ചോദിക്കും. ISL കിരീടം നേടിയതാ 2025 ISL കിരീടം നേടിയതാരെന്ന് ചോദിച്ചാലോ, അവിടെ മോഹൻ ബഗാൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. മോഹൻ ബഗാൻ ആണ്. മോഹൻ ബഗാൻ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ബാംഗ്ലൂർ FC-നെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ബാംഗ്ലൂർ FC-നെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പൊ ISL കിരീടം 2025 മോഹൻ ബഗാനാണ് ലഭിച്ചിരിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കാം. ഈ ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യക്കാരനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ATP മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് വിജയിയാകുന്ന പ്രായമേറിയ താരമാരെന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം ഇതാണ്. ATP മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് വിജയിയാകുന്ന പ്രായമേറിയ താരമാരെന്ന് വെച്ചാലോ, നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള രോഹൻ ബൊപ്പണ്ണയാണ്. ആരാണ്? രോഹൻ ബൊപ്പണ്ണയാണെന്ന കാര്യം ഓർത്തിരിക്കുക. രോഹൻ ബൊപ്പണ്ണ. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICC ഈ മാർച്ച് മാസത്തിലെ പ്ലെയർ ഓഫ് ദ മന്ത് ആയിട്ട് തെരഞ്ഞെടുത്ത ഒരു ഇന്ത്യക്കാരനെയാണ്. ICC ഓരോ മാസവും പ്ലെയർ ഓഫ് ദ മന്ത് ആയിട്ട് തെരഞ്ഞെടുക്കാറുണ്ട്.
അതിൽ ഈ 2025 മാർച്ച് മാസത്തിലെ പ്ലെയർ ഓഫ് ദ മന്ത് ആയിട്ട് തെരഞ്ഞെടുത്തത് നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ശ്രേയസ് അയ്യറിനെയാണ്. പേര് ഓർത്തിരിക്കുക, ശ്രേയസ് അയ്യർ. ഇനി അടുത്തത് ഫിഡെ വനിതാ ഗ്രാൻഡ് പി ചെസ്സിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിക്കാണ് കിരീടം. അപ്പൊ നമ്മുടെ ചെസ്സുമായി ബന്ധപ്പെട്ട് 2 കിരീടങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പൊ മൂന്നാമതൊന്ന് പറയുകയാണ് ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ് 2025 ആർക്കാണ് കിരീടം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കൊനേരു ഹംപിക്കാണ്. കൊനേരു ഹംപി എന്ന പേര് ഓർത്തിരിക്കാം. അപ്പൊ നമ്മുടെ ഇപ്പോൾ നടന്ന വനിതാ വേൾഡ് ചെസ്സിൽ ഫൈനലിൽ ഏറ്റുമുട്ടിയ വ്യക്തിയാണ് കൊനേരു ഹംപി. അപ്പൊ ഇവിടെ കൊനേരു ഹംപി ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ചെസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ് ആർക്കാണ്? കൊനേരു ഹംപിക്കാണ് ലഭിച്ചത്. ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ്സിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക് കിരീടം. ലോക വനിതാ ചെസ് ചാമ്പ്യൻ ചൈനയുടെ ജൂ വെൻജൂൻ എന്ന ഒരു ഉത്തരം പഠിക്കുക. ലോക വനിതാ ചെസ് ചാമ്പ്യൻ ഇതിനു മുമ്പ് ആരായിരുന്നു എന്ന് വെച്ചാൽ ചൈനയുടെ ജൂ വെൻജൂൻ എന്ന പേര് കൊടുക്കുക. ജൂ വെൻജൂൻ 2025 ലോക വനിതാ ചെസ് ലോകകപ്പ് കിരീടമാണ് ആർക്ക് ലഭിച്ചത്? വേൾഡ് കപ്പ് കിരീടമാണ് ആർക്ക് ലഭിക്കുന്നത്? നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ദിവ്യ ദേശ്മുഖിന് ലഭിക്കുന്നത്, ഇന്നലെ ലഭിച്ചത്. അപ്പൊ അവിടെ ഓർത്തിരിക്കേണ്ടത് ദിവ്യ ദേശ്മുഖ് എന്ന് പറയുന്ന പേരാണ്. ഇവിടെ ലോക വനിതാ ചെസ് ചാമ്പ്യൻ ആരാന്ന് വെച്ചാൽ ചൈനയുടെ ജൂ വെൻജൂൻ ആണ്. ദിവ്യ ദേശ്മുഖിന് ലോക വനിതാ ചെസ് ലോകകപ്പ് കിരീടമാണ് ലഭിക്കുന്നത്. ഈ രണ്ടും തമ്മിൽ ഓർത്തിരിക്കുക. അപ്പോൾ ദിവ്യ ദേശ്മുഖ് ആണ് ഈ പറയുന്ന ചെസ് കിരീടം നേടുന്ന ലോക ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്നൊരു പ്രത്യേകതയുണ്ട് ദിവ്യ ദേശ്മുഖിന്. അതൊക്കെ നമുക്ക് ഇനി വരുംകാല പരീക്ഷ, നമ്മുടെ ASM ചിലപ്പോൾ ചോദിക്കില്ല, പക്ഷേ ഈ വരുംകാല പരീക്ഷയിൽ അതൊരു ചോദ്യം തന്നെ ആയിരിക്കും. ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക ലോക വനിതാ ചെസ് ചാമ്പ്യൻ ജൂ വെൻജൂൻ ആണെന്ന് ആരും ഓർത്തിരിക്കുക. ലേസർ ഉപയോഗിച്ചിട്ട് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് വെച്ചാൽ 4ാമത്തെ രാജ്യമാണ്. ലേസർ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടാണ് ലേസർ. ഈ ലേസർ ഉപയോഗിച്ചിട്ട് ശത്രുവിനെ നേരിടുന്ന ആ ഒരു സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. US, റഷ്യ, ചൈന എന്നിവയാണ് നേരത്തെ ഈ ഒരു സാങ്കേതിക വിദ്യ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ലേസർ ഉപയോഗിച്ചിട്ട് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യ. മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം എഴുത്തുകാരിയായിട്ടുള്ള ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന് പറയുന്ന നോവലിനാണ് ലഭിച്ചിരിക്കുന്നതെന്ന കാര്യം ഓർത്തിരിക്കാം. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് അടുത്ത ചോദ്യം 63ാമത്തെ ചോദ്യമായിട്ട് ഈ ക്ലാസ്സിൽ പരിചയപ്പെടുന്നു. മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരം അത് ലഭിച്ചിരിക്കുന്ന എഴുത്തുകാരിയായിട്ടുള്ള ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാനാണ്. ആർക്കാണ്? സോണിയ ചെറിയാൻ. അവരുടെ ഏത് കൃതിക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് സ്നോ ലോട്ടസ് എന്ന നോവലിനാണ്. സ്നോ ലോട്ടസ് എന്ന ആ ഒരു നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം എഴുത്തുകാരിയായിട്ടുള്ള ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന നോവലിനാണ് ലഭിക്കുന്നത്. ഇനി 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ചോദിക്കും. 23ാം നിയമ കമ്മീഷൻ ഇതിന്റെ അധ്യക്ഷനായിട്ട് വരുന്ന ആരെന്ന് വെച്ചാൽ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഇനി അടുത്ത് ആണവ അന്തർവാഹിനികൾക്കും അതുപോലെ തന്നെ യുദ്ധ കപ്പലുകൾക്കും ഒക്കെ ആയിട്ട് ഇന്ത്യയിൽ പുതിയ ഒരു സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നുണ്ട്. അത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശാഖപട്ടണത്താണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണെന്ന് കാര്യം ഓർത്തിരിക്കുക. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. പ്രൊജക്ട് വർഷ എന്നാണ് ഇതിന്റെ പേര്. പ്രൊജക്ട് വർഷ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായിട്ട്
ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്ന ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. ഇതിന്റെ പേരെന്താണ്? പ്രൊജക്ട് വർഷ എന്നാണ്. പ്രൊജക്ട് വർഷ. ഇനി മറ്റൊന്ന്, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഒരു വ്യോമാഭ്യാസ ശക്തി പ്രകടനമുണ്ട്. അതിന്റെ പേരായിരുന്നു ആക്രമൺ എന്നാണ് അതിന് കൊടുത്തത് പേര്. ആക്രമൺ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയിട്ടുണ്ടാകുന്ന ഒരു വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണ്. അതിന് കൊടുത്തിരുന്ന പേരാണ് എന്ത്? ആക്രമൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പ്രൊജക്ട് ബ്രഹ്മ എന്താന്ന് പഠിച്ചിരുന്നു. ഇപ്പൊ ഇവിടെ ആക്രമൺ എന്ന് പറയുന്ന ആ ഒരു ശക്തി പ്രകടനത്തിന്റെ പേരും കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് പരീക്ഷ ചോദിക്കാം, നിലവിൽ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്നു ചോദിക്കാം. ഡോക്ടർ എ ജയതിലകാണ്. ഡോക്ടർ എ ജയതിലക് നമ്മുടെ സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ എ ജയതിലക്. അടുത്തത്, ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? ഈ അടുത്ത് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരെന്ന് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് JD വാൻസ് ആണ്. JD വാൻസ്. അപ്പൊ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്താണ് പഹൽഗാമിൽ ഭീകരാക്രമണമൊക്കെ നടക്കുന്നത്. അന്ന് വാർത്തയിൽ ഇടം പിടിച്ചതാണ്. ചോദിക്കാം. JD വാൻസ് ആണ് ഇന്ത്യ സന്ദർശിച്ച, ഈ അടുത്ത് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ്. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ്. ഇത് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സുദർശൻ പട്നായിക് ആണ്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് സുദർശൻ പട്നായിക് എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. സുദർശൻ പട്നായിക്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നതാണ് ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ്. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാര്? സുദർശൻ പട്നായിക്. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുദർശൻ പട്നായിക്. അപ്പോൾ ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടുന്ന സുദർശൻ പട്നായിക്. സുദർശൻ പട്നായിക് ആദ്യ ഇന്ത്യക്കാരനാണ്. ഇനി അടുത്ത ചോദ്യം, കുമുദിനി ലഹിയ അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. നമ്മളെ പരിചയപ്പെടുന്നത് കുമുദിനി ലഹിയ. ഇവര് കഥക് നർത്തകിയാണെന്നായിരുന്നു. ഇവർ ഈ അടുത്താണ് അന്തരിച്ചത്. കഥക് നർത്തകിയാണ്. ഇവർ ഈ അടുത്ത് അന്തരിച്ചു. അതുകൊണ്ട് തന്നെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കുക. ഓൾറെഡി ചോദിച്ചാണ്, അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെട്ട ദാരിപ്പള്ളി രാമയ്യ അന്തരിച്ചു. അപ്പൊ ആരാണ് ഈ പറയുന്ന ദാരിപ്പള്ളി രാമയ്യ? ഇദ്ദേഹമാണ് തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെട്ട വ്യക്തി. ദാരിപ്പള്ളി രാമയ്യ. അദ്ദേഹം ഈ അടുത്താണ് അന്തരിച്ചത്. തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് ദാരിപ്പള്ളി രാമ. ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്ത ഹൃദയ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ അന്തരിച്ചതും ഈ അടുത്താണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട പേര് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. ഇദ്ദേഹവും അന്തരിച്ചു ഈ അടുത്ത്. അദ്ദേഹത്തെയാണ് ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ അന്തരിച്ചു. ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കുറെ കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്നുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിചയപ്പെടാം. അതുവരെയും നന്ദി, നമസ്കാരം.